വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. മാസങ്ങളോളം കള്ളം പറഞ്ഞു ഇസ്രായേൽ. ഞങ്ങളുടെ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ ബന്ദിയും കൊല്ലപ്പെട്ടിട്ടില്ലെന്ന്. എല്ലാ ബന്ദികളുടെയും കൊലയ്ക്ക് പിന്നിൽ ഹമാസ് ആണെന്നായിരുന്നു കട്ടായം പറഞ്ഞത്. ഹൂത്തികൾക്ക് ഇസ്രായേലിലേക്ക് ഡ്രോൺ അയക്കാൻ താല്പര്യമില്ല. ഹൂത്തികളുടെ വക ഇസ്രായേലിന്റെ ഹൃദയത്തിലേക്കൊരു മിസൈൽ സമ്മാനം. ആ സമ്മാനത്തിന് തക്കതായ പാരിതോഷികം നൽകുമെന്ന് ഇസ്രായേൽ. മാസങ്ങൾക്ക് ശേഷം ഇസ്രായേലിന്റെ കുരുത്തം കെട്ട നാവിൽ നിന്നും കൈപ്പുള്ള സത്യം പുറത്തു വന്നു. കഴിഞ്ഞ വർഷം അവസാനം 3 ഇസ്രായേൽ ബന്ദികൾ കൊല്ലപ്പെട്ടത് ഞങ്ങളുടെ തന്നെ കൈകൾ കൊണ്ടാണെന്ന് ഇസ്രായേൽ സൈന്യം തെറ്റ് സമ്മതിച്ചിരിക്കുന്നു. ഇതുവരെയും എല്ലാ ബന്ദികളും കൊല്ലപ്പെട്ടത് ഹമാസിന്റെ കൈകൾ കൊണ്ടാണെന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞിരുന്നത്. അല്യോട്ട് ടോൾഡാനോ, നിക് ബാസിയർ, റോൺ ഷെമാൻ എന്നീ ഇസ്രായേലി ബന്ദികൾ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ തന്നെ ഷെല്ലിങ്ങിൽ ആണെന്ന് ഇസ്രായേൽ സേന ഇപ്പോൾ ഉറപ്പിച്ച് സമ്മതിച്ചിരിക്കുന്നു. ഇസ്രായേലി മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ കുമ്പസാരം ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ആ പ്രദേശത്ത് ഇസ്രായേലി ബന്ദികളെ അവിടെ പാർപ്പിച്ചിരുന്നതായി ഇസ്രായേലി ഇന്റലിജൻസ് വിഭാഗത്തിന് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല എന്നാണ് ഇസ്രായേലി മിലിറ്ററി ഉദ്യോഗസ്ഥർ പറയുന്നത്. സൈന്യം നടത്തിയ വിശദമായ അന്വേഷണത്തിൽ മനസ്സിലാക്കാനായത് കഴിഞ്ഞ വർഷം ഡിസംബർ 14 ഗസയിൽ നിന്നും കണ്ടെടുത്ത 3 ഇസ്രായേലി ബന്ദികളുടെയും ഡെഡ് ബോഡി നവംബർ 10 ഹമാസിന്റെ ഒരു സീനിയർ നേതാവിന് വേണ്ടി അവർ നടത്തിയ ആക്രമണത്തിന്റെ തന്നെ പരിണിതഫലമായിരുന്നു എന്നാണ്. സീനിയർ ഹമാസിന്റെ നേതാവിനെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ മിലിറ്ററി നടത്തിയ വ്യോമാക്രമണത്തിൽ 3 ബന്ദികളും കൊല്ലപ്പെടുകയായിരുന്നു. അവിടെ ഇസ്രായേൽ ഇന്റലിജൻസിനെ ദൈവം തോൽപ്പിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഈ കൊലപാതകങ്ങളെ കുറിച്ചൊക്കെ അറിവുള്ളതുകൊണ്ടാണ് ലക്ഷോപലക്ഷം വരുന്ന ഇസ്രായേലി ജനത വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാൻ നെതന്യാഹുവിനെ നിർബന്ധിതനാക്കാൻ തെരുവുകളിൽ പ്രകടനവുമായി നടക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് യമനിലെ ഹൂത്തികൾ, അതായത് ഇറാൻ പിൻബലമുള്ള യമനി തീവ്രവാദികൾ ഇസ്രായേലിന്റെ മണ്ണിൽ ആക്രമണം നടത്തിയതിന് ശക്തമായ വില നൽകേണ്ടി വരുമെന്നാണ്. അതേസമയം ഹൂത്തികൾ പറയുന്നത് അവർ ഇസ്രായേലിലേക്ക് അയച്ചത് ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ മറികടന്നുകൊണ്ട് ആക്രമണം നടത്താൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണെന്നാണ്. മാത്രമല്ല മിസൈൽ ഹൂത്തികൾ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ചതാണെന്നും അവർ അവകാശപ്പെടുന്നു. എന്നാൽ ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത് ഹൂത്തികൾ അയച്ച മിസൈൽ ടെൽ അവീവ് ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്ത് ലക്ഷ്യത്തിലെത്തും മുമ്പേ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ്. അപകടത്തിൽ 9ലധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും ഗുരുതരമായ പരിക്കുകൾ ആർക്കുമില്ലെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. മുമ്പും ഇസ്രായേലിൽ നാശനഷ്ടങ്ങൾ അംഗീകരിക്കാറില്ലെന്ന് ഉള്ളത് കളയാനാവാത്ത സത്യമാണ്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇസ്രായേലിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇറാൻ നയിക്കുന്ന തിന്മകളുടെ അച്ചുതണ്ടിനെതിരെ ഞങ്ങൾ ബഹുമുഖ പോരാട്ടത്തിലാണ് എന്നാണ്. ഈ പ്രഭാതത്തിൽ ഹൂത്തികൾ യമനിൽ നിന്നും ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഒരു സർഫേസ് ടു സർഫേസ് മിസൈൽ തൊടുത്തുവിട്ടു. ഞങ്ങളെ വേദനിപ്പിക്കുന്നവർ ഏറ്റവും വലിയ വില നൽകേണ്ടി വരുമെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഈ വിഷയത്തിൽ ഇനിയും ഒരു ഓർമ്മപ്പെടുത്തൽ ആഗ്രഹിക്കുന്നവർ ഹുദൈദ തുറമുഖം സന്ദർശിക്കുന്നത് നന്നായിരിക്കുമെന്നാണ്. ഞങ്ങൾ ആക്രമിക്കുന്ന ഒരുത്തനും ഞങ്ങളുടെ ആയുധങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. ഞങ്ങൾ തീരുമാനിച്ചുറച്ച പ്രത്യാക്രമണത്തിന്റെ പരിണതഫലം ഹമാസ് അനുഭവിച്ചറിഞ്ഞു. ആ പ്രത്യാക്രമണം അവരുടെ സർവനാശത്തിലേക്കും ഞങ്ങളുടെ ബന്ദികളെ മോചിപ്പിക്കുന്നതിലേക്കും നയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഹൂത്തികൾ പറയുന്നത് ഈ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിൽ ഞങ്ങൾ വരച്ചേർത്തിരിക്കുന്നത് ഫലസ്തീനികളുടെ സ്കാഫാണെന്നാണ്. ഇത് ഇസ്രായേലിലെ ജാഫ ഏരിയയിലെ ഒരു മിലിറ്ററി പൊസിഷൻ ലക്ഷ്യം വെച്ചാണ് മിസൈൽ അയച്ചതെന്നാണ് ഹൂത്തികൾ പറയുന്നത്. യമനിൽ നിന്നും തൊടുത്തുവിട്ട മിസൈൽ 2040 കിലോമീറ്റർ പിന്നിട്ട് ഇസ്രായേലിലെത്തിയത് വെറും 11.5 മിനിറ്റ് കൊണ്ടാണെന്ന് അവർ അവകാശപ്പെടുന്നു. കഴിഞ്ഞ ജൂൺ 5 ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മിസൈൽ ഹൂത്തികൾ അനാച്ഛാദനം ചെയ്തിരുന്നു. ഹൂത്തികൾ പറയുന്നത് അന്ന് വെടിവാക്കിയ ഈ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന്റെ ആദ്യ പ്രയോഗമാണ് ഇസ്രായേലിന് നേരെ ഇന്നലെ നടന്നതെന്നാണ്. എന്നാൽ ആയുധ വിശകലന വിദഗ്ധർ പറയുന്നത് ഇത് ഹൈപ്പർസോണിക് സ്പീഡുള്ള ഇറാൻ നിർമ്മിത മിസൈലിനോട് താരതമ്യം ചെയ്യാവുന്ന ഒന്നാണെന്നാണ്. ഇസ്രായേൽ സേന ഗസയിൽ ഉടനീളം അവരുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഒരു പാർപ്പിട സമുച്ചയത്തിൽ നടത്തിയ ആക്രമണത്തിൽ 10ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. കെട്ടിടാവശിഷ്ടങ്ങളിൽ കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭവനരഹിതരായ ഫലസ്തീനികളുടെ ടെന്റിൽ നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ 2 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. അതേസമയം വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികൾ പൂർണ്ണതോതിലുള്ള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നു. തൊഴിൽ രഹിതരായ ജനങ്ങൾ തീർത്തും പട്ടിണിയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നു. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഫലസ്തീനികൾ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും പ്രയാസമുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.